1-ാം തീയതി തന്നെ വെച്ച് കഴിഞ്ഞാൽ ആ വീടിന് ധനധാന്യ സമൃദ്ധിയോടെ ഐശ്വര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് 1-ാം തീയതി, ചിങ്ങമാസം 1-ാം തീയതി ചെയ്യേണ്ടത്. പുതുവർഷത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് കർക്കിടക മാസം 31-ാം തീയതി എല്ലാം തന്നെ ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമഃ ശിവായ. സാക്ഷാൽ കർക്കിടക മാസം കഴിയുമ്പോൾ പിന്നിടുമ്പോൾ മിഥുനമാസത്തിൽ നമ്മൾ ജ്യേഷ്ഠ ഭഗവതി അല്ലെങ്കിൽ മലയാളത്തിൽ മുഷേട്ട എന്ന് പറയുന്നതായിരിക്കുന്ന ദുർദേവതയെ പുറത്താക്കി ശ്രീപാർവതി എന്നുള്ളതായിരിക്കുന്ന ശ്രീപോതിയും മക്കളും ശ്രീപാർവതിക്ക് വയ്ക്കും കർക്കിടകത്തിൽ. അപ്പോൾ കർക്കിടകം മുഴുവൻ ശ്രീപാർവതി, മഹാദേവൻ, അതേപോലെ സാക്ഷാൽ ഗണപതി, സുബ്രഹ്മണ്യൻ, ഇവരാണ് നമ്മുടെ വീട്ടിൽ കുടികൊള്ളുന്നത്. അപ്പോൾ വീടൊക്കെ തന്നെ അവർ ശുദ്ധമാക്കി തരും. അപ്പോൾ കർക്കിടകത്തിൻ്റെ പ്രാധാന്യം പാർവതി പരമേശ്വരന്മാർ സജീവമായിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കർക്കിടകം കഴിഞ്ഞാൽ പൊന്നിൻ ചിങ്ങമാസത്തിൻ്റെ വരവായി. പൊന്നിൻ ചിങ്ങമാസമാണ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുവർഷം എന്ന് പറയാം. അപ്പം പുതുവർഷത്തെ എതിരേൽക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്? പുതുവർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ കഴിഞ്ഞത് കഴിഞ്ഞു പുതിയതായിരിക്കുന്ന ഒരു ആ വർഷം ആരംഭിക്കുകയാണ്. അപ്പോൾ കർക്കിടകത്തിൻ്റെ 31-ാം തീയതി കഴിഞ്ഞാൽ പിന്നീട് നേരെ ചിങ്ങമാസം വരും. ചിങ്ങമാസത്തിന് മറ്റൊരു പേര് പറയുമ്പോൾ ശ്രാവണം എന്നാണ് പറയുന്നത്. അപ്പോൾ ചിങ്ങമാസത്തിലാണ് സാധാരണഗതിയിൽ അത് വൈഷ്ണവമാസം എന്നാണ് പറയുക. വൈഷ്ണവമാണ് ആ മാസം. അതായത് വിഷ്ണു പ്രധാനമായിരിക്കുന്ന മാസമാണ് ചിങ്ങമാസം. അപ്പം അതുകൊണ്ടാണ് കർക്കിടകത്തിൽ നമ്മൾ രാമായണം, രാമപ്പാട്ട് അല്ലെങ്കിൽ രാമായണം പാരായണമൊക്കെ കഴിഞ്ഞാൽ ചിങ്ങമാസത്തിൽ വരുന്ന സമയത്ത് നേരെ വീടൊക്കെ വൃത്തിയാക്കി അലങ്കരിച്ചിട്ട് മുറ്റത്ത് നല്ല ഭംഗിയായ കോലമിട്ട് ഭഗവാന് സ്വാഗതം ചെയ്തുകൊണ്ടുള്ളതായിരിക്കുന്ന ആ പൂക്കളും എല്ലാം തന്നെ അലങ്കരിച്ചിട്ട്, ചില സമയത്ത് നമ്മൾ പൂക്കൾ അലങ്കരിക്കുന്നത് അത്തം മുതൽ ഓണത്തെ വരവേൽക്കാനായിട്ടാണ്. പക്ഷെ ചിങ്ങമാസം 1-ാം തീയതി വന്നു കഴിഞ്ഞാൽ ചിങ്ങം 1-ാം തീയതി വീടൊക്കെ ശുദ്ധമായിട്ട് പൂക്കളെ കൊണ്ട് അലങ്കരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ വീടിൻ്റെ മുഖഭാഗങ്ങളൊക്കെ തന്നെ അലങ്കാരങ്ങളൊക്കെ ചെയ്യണം. വാതിൽക്കലകൾ തന്നെ വരെ അണിയണം എന്ന് പറയും. അതായത് അരിപ്പൊടി കൊണ്ടുള്ളതായിരിക്കുന്ന അത് വയ്ക്കുന്നത് എന്തിനാണ്? ധനധാന്യ സമൃദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അരിപ്പൊടി മാവ് കലക്കിയിട്ട് വീടിൻ്റെ വാതിലിലൊക്കെ നമ്മളങ്ങനെ ചിത്രങ്ങളായിട്ട് ചില ഭാഗത്ത് 2 ഭാഗത്ത് നിലത്ത് ഒക്കെ അരിമാവ് അണിയണം. കാരണം പുതുവർഷത്തെ സ്വാഗതം ചെയ്യുന്നതിൻ്റെ പ്രത്യേകതയാണ്. അതേപോലെ വീടിനകത്ത് നമ്മൾ ഇത്രയും നാള് വിളക്ക് കൊളുത്തുന്ന പോലെ അതിന് കുറച്ച് വ്യത്യസ്തമായിട്ട് 5 തിരിയിട്ട് വിളക്ക് കൊളുത്തണം എന്നാണ്. പ്രത്യേകിച്ച് ആ പുതുവർഷം വരുന്നതായിരിക്കുന്ന 1-ാം തീയതി, അപ്പോൾ ചിങ്ങം 1-ാം തീയതി സാധിച്ചാൽ നെയ്വിളക്ക് വെച്ചിട്ട് 5 തിരി ഇട്ടിട്ട് നമ്മൾ നേരെ പുതുവർഷത്തെ നേരെ അങ്ങൊരു വീട്ടിലേക്ക് പ്രവേശിപ്പിക്കണം. അതോടൊപ്പം തന്നെ അതിൻ്റെ മുമ്പിൽ നേരെ ഒരു പറ വെച്ചിട്ട്, പറയുള്ള വീടുകളിൽ പറയിൽ നേരെ നെല്ല്, കാർഷിക മേഖലയിലായിരിക്കുമ്പോൾ നെല്ലാണ്. അപ്പോൾ നെല്ല് സാധിച്ചാൽ നെല്ല് നിറച്ച്, അല്ലെങ്കിൽ നമുക്ക് നെല്ലല്ലാത്ത എന്തെങ്കിലും നെല്ലിൻ്റെതായിരിക്കുന്ന അരിയോ മറ്റോ നിറച്ചിട്ട്, നെല്ലാണെങ്കിൽ പൂക്കൊല വേണമെന്നാണ്. അതായത് ഭൂമിയിലുണ്ടാകുന്നതായ ഭൂമി സസ്യശ്യാമളമായിട്ട് കാണുന്നതാണ് ആ പൊന്നിൻ ചിങ്ങമാസം എന്ന് പറയും. ഭൂമിയിലുണ്ടാകുന്നതായിരിക്കുന്ന ധാന്യമാണ് നെല്ല്. പിന്നെ ആ ഭൂമിയിലുള്ളതായിരിക്കുന്ന കൽപ്പവൃക്ഷത്തിൽ ഉണ്ടാകുന്നതായിരിക്കുന്ന പൂവാണ് പൂക്കുല. അപ്പോൾ നെല്ലിൽ പറയിൽ പൂക്കുല വെച്ചിട്ട് നേരെ വീടിൻ്റെ മുൻഭാഗത്ത് നിലവിളക്ക് 5 തിരിയിട്ട് കൊളുത്തി നേരെ
വയ്ക്കണം. അത് അതിരാവിലെ ചിങ്ങമാസം ചിങ്ങം രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്ന സമയം നോക്കിയിട്ട് നേരെ അതിരാവിലെ ഒഴിച്ച് ഇപ്പോൾ പുലർച്ചെ ഒരു 4 മണി മുതൽ നേരെ അത് വെച്ച് കഴിഞ്ഞാൽ നേരെ ആ ചിങ്ങമാസം നേരെ നമ്മുടെ സമീപത്തേക്ക് എത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ചിങ്ങമാസം എന്ന് പറയുമ്പോൾ സാക്ഷാൽ വിഷ്ണുവിൻ്റെ മാസമാണ്. അപ്പോൾ സാക്ഷാൽ വൈഷ്ണവ ദേവത അല്ലെങ്കിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവാണ് നമ്മുടെ ഗൃഹത്തിലേക്ക് എഴുന്നള്ളുന്നത്. കാരണം ചിങ്ങമാസത്തിലാണ് ശ്രേഷ്ഠമായിരിക്കുന്ന അഷ്ടമി രോഹിണി എന്നുള്ളതായിരിക്കുന്ന ആഘോഷം വരിക. അപ്പൊ ചിങ്ങമാസം 1-ാം തീയതി മുതൽ നമ്മൾ കൃഷ്ണന്റെ അവതാരത്തെ വരവേൽക്കുകയാണ്. അപ്പൊ അതാണ് പുതുവർഷത്തെ ആ വരവേൽക്കുമ്പോൾ കൃഷ്ണൻ വരുന്നു. സാധിച്ചാല് നേരെ കൃഷ്ണപ്രതിഭ ഒക്കെ തന്നെ ഈ നിലവിളക്കിന്റെ മുമ്പിൽ വെച്ച് 1-ാം തീയതി തന്നെ വെച്ച് കഴിഞ്ഞാല് ആ വീടിന് ധനധാന്യ സമൃദ്ധിയോടെ ഐശ്വര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് 1-ാം തീയതി ചിങ്ങമാസം 1-ാം തീയതി ചെയ്യേണ്ടത്. പിന്നീട് ഓരോ ദിവസങ്ങളായിട്ട് അഷ്ടമി രോഹിണി വരെ. അഷ്ടമി രോഹിണി ജന്മാഷ്ടമി എന്ന ഉത്തരഭാരതത്തിലും കേരളത്തില് അഷ്ടമി രോഹിണിക്കാണ് പ്രാധാന്യം. അവർക്ക് അഷ്ടമിക്കാണ് പ്രാധാന്യമെങ്കിൽ നമുക്ക് രോഹിണി നക്ഷത്രത്തിനാണ് പ്രാധാന്യം. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ചിങ്ങമാസം 1-ാം തീയതി മുതൽ കൃഷ്ണപ്പാട്ട് എന്നാണ് അതിന് പറയുക. പഴയ പേര് കൃഷ്ണപ്പാട്ട് എന്നാണ്. രാമായണം കഴിഞ്ഞ് കൃഷ്ണപ്പാട്ട്. അപ്പൊ കൃഷ്ണപ്പാട്ട് എന്നതിന്റെ പുതിയ പേര് കൃഷ്ണഗാഥ എന്നാണ്. അപ്പൊ ചെറുശ്ശേരിയുടേതായാണ് കൃഷ്ണഗാഥ. അപ്പൊ സാക്ഷാൽ ചെറുശ്ശേരി നമ്പൂതിരി കൃഷ്ണഗാഥ എഴുതി അമ്പലപ്പുഴ രാജാവിനെ സന്തോഷിപ്പിച്ചു എന്നാണ് കഥ. അപ്പോൾ കൃഷ്ണഗാഥ എന്ന് പറയുമ്പോൾ ശ്രീമൽ ഭാഗവതത്തിലെ ദശമ സ്കന്ധമാണെന്നാണ്. അപ്പൊ ശ്രീമൽ ഭാഗവതത്തിലെ ദശമസ്കന്ധം മുഴുവൻ പാരായണം ചെയ്യുന്ന ഫലമാണ് ഈ കൃഷ്ണപ്പാട്ട് അല്ലെങ്കിൽ കൃഷ്ണഗാഥ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ. 1-ാം തീയതി മുതൽ ആരംഭിച്ചു കഴിഞ്ഞാൽ നേരെ ഒരുപക്ഷെ ചിങ്ങമാസം മുഴുവൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ അഷ്ടമി രോഹിണി നാളിൽ അർദ്ധരാത്രി വരെ നമുക്കിത് വായിക്കാം. അപ്പോൾ നമുക്ക് ചിങ്ങമാസം മുഴുവൻ വായിക്കുന്നത് നല്ലതാണ്. അപ്പൊ ചിങ്ങമാസത്തിലാണ് സാക്ഷാൽ തിരുവോണം വരുന്നത്. അപ്പോൾ അഷ്ടമി രോഹിണി വരെ നമുക്ക് കൃഷ്ണഗാഥ വായിക്കാം. തിരുവോണം നക്ഷത്രത്തിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, അപ്പോൾ അത് എന്തുകൊണ്ടാണ് പുതുവർഷത്തെ അലങ്കരിക്കുന്നത്? അതുകൊണ്ടാണ് പൂർണ്ണനായിരിക്കുന്ന വിഷ്ണു വരുന്ന ദിവസമാണ് തിരുവോണം എന്ന് പറയാം. പൂർണ്ണനായിരിക്കുന്ന വിഷ്ണുവിന്റെ നാളാണ് തിരുവോണം. അതുകൊണ്ട് ഇത് വിഷ്ണു ചൈതന്യം നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നത് കൊണ്ടാണ് വീട് എന്നും മുറ്റമടിച്ച് ഒരില പോലും വീടിന്റെ മുൻവശത്ത് പാടില്ല. അതേപോലെ കഴുകി വൃത്തിയാക്കി നിത്യേന ശുദ്ധമായിരിക്കുന്ന ആ അരിമാവ് കൊണ്ട് അത് അണിഞ്ഞ് നേരെ അലങ്കരിക്കണം. കോലം ഇടാൻ അറിയാവുന്നവർക്ക് കോലമായിട്ട് വരയ്ക്കാം, നേരെ ചിത്രങ്ങളായിട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ നേരെ കൃഷ്ണന്റെ പടം വരയ്ക്കാം. അത് അവരവരുടെ കഴിവനുസരിച്ച് ചെയ്യാം. അപ്പോൾ ചിങ്ങമാസം പുതുവർഷം എന്ന് പറയുമ്പോൾ അതിനെ വരവേൽക്കാനായിട്ട് നമ്മൾ നിൽക്കേണ്ടതായിരിക്കുന്ന കാര്യം അതാണ്. രണ്ടാമത് ചെയ്യേണ്ടതാണ്, നമ്മുടെ വീടിന്റെ സാധിക്കാൽ വീടെല്ലാം അടിച്ചു വൃത്തിയാക്കി, വീടിന്റെ അകമെല്ലാം വൃത്തിയാക്കി പഴയ സാധനങ്ങളെല്ലാം കളഞ്ഞ് അന്ന് പുതുതായിരിക്കുന്ന ദ്രവ്യങ്ങളെ കൊണ്ട് നിറയ്ക്കണം. പച്ചക്കറി ആയാലും അതേപോലെ തന്നെ ഉള്ളതായിരിക്കുന്ന എല്ലാ വസ്തുക്കളും വീടിലെ ഓരോ സ്ഥലങ്ങളും നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. മറ്റൊന്ന് പുതുവസ്ത്രങ്ങൾ വേണമെന്നാണ്. അപ്പോൾ വസ്ത്രങ്ങൾ ധനധാന്യ സമൃദ്ധിയോടൊപ്പം തന്നെ വസ്ത്രം വേണം. ആഭരണങ്ങൾ എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല, പക്ഷെ പുതുതായിരിക്കുന്ന ഒരു വസ്ത്രം, അതേത് ചെറിയ വസ്ത്രമാണെങ്കിൽ പോലും പുതിയതായിരിക്കണം എന്നാണ്. അപ്പോൾ പുതുവസ്ത്രങ്ങൾ നേരെ ആ പുതുവർഷം വരുന്ന സമയത്ത് 1-ാം തീയതി, ആ 1-ാം തീയതി പുതുവർഷം ഇതിൽ നമ്മൾ പുതുവസ്ത്രം ധരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ പുതുവസ്ത്രം ധരിച്ച് നമ്മൾ വീട്ടില് നേരെ നിറപറ വയ്ക്കുക, പൂക്കൊല വയ്ക്കുക, വിളക്ക് 5 തിരിയിട്ടിട്ട് നെയ്വിളക്ക് സമർപ്പിക്കുക. ഭഗവാന്റെ ചിത്രമുണ്ടെങ്കിൽ ഭഗവാന്റെ ചിത്രം വയ്ക്കാം, അല്ലെങ്കിൽ കൃഷ്ണന്റേതായിരുന്ന പ്രതിമ വയ്ക്കാം. പിന്നെ ആ വീടിന്റെ മുൻഭാഗം അലങ്കരിക്കുക. അതിനുശേഷം പുതുവസ്ത്രം ഉടുത്തുകൊണ്ട് തൊട്ടടുത്തുള്ളതായിരിക്കുന്ന കൃഷ്ണക്ഷേത്രത്തില് അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തില് ദർശനം നടത്തണം. അപ്പൊ ആ സമയത്ത് നേരെ ദർശനം നടത്തി തിരിച്ചു വന്നിട്ടാണ് നമ്മൾ ആഹാരം കഴിക്കേണ്ടത്. അപ്പോൾ ആഹാരമൊക്കെ തന്നെ അന്ന് രാവിലെ എഴുന്നേറ്റ് ശുദ്ധമായിട്ട് പാകം ചെയ്യുന്ന പഴയ ആഹാരങ്ങളൊക്കെ കളയണം. അപ്പോൾ അന്ന് മുതൽ നമ്മൾ
ആഹാരശുദ്ധി, ദ്രവ്യശുദ്ധി, മനഃശുദ്ധി ഉണ്ടാകണം. മനഃശുദ്ധി ഉണ്ടാകാനായിട്ടാണ് കൃഷ്ണഗാഥ നമ്മൾ വായിക്കുന്നത്. ആഹാരശുദ്ധി, പുതിയതായിരിക്കുന്ന ആ ആഹാരമാണ് കഴിക്കേണ്ടത്. പ്രത്യേകിച്ച് വളരെ ശുദ്ധമായിരിക്കുന്ന ആഹാരങ്ങൾ കഴിയുന്നിടത്തോളം ചിങ്ങമാസത്തിൽ നേരെ സസ്യാഹാരം കഴിക്കുന്നതാണ് ഉത്തമം. അപ്പോൾ പിന്നെ പഴക്കത്തിൻ്റെ പ്രശ്നമില്ല. സസ്യാഹാരം നേരെ എടുത്ത് അന്ന് മുതൽ സസ്യാഹാരം ശീലിക്കുന്നത് ഉത്തമമാണ്. പുതുവർഷത്തിൽ നേരെ ഫലങ്ങൾ ധാരാളം ലഭിക്കുന്ന സമയമാണ്. അപ്പോൾ ഫലങ്ങൾ, അപ്പോൾ ഏത് ചെറിയ ഫലങ്ങളായാലും അത് മാമ്പഴമാകാം, അതല്ലെങ്കിൽ നേരെ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ ഫലങ്ങൾ ധാരാളം കിട്ടും. നെല്ലിക്ക, ഇങ്ങനെയുള്ള ഫലങ്ങളുണ്ടാവും. അപ്പം അതേപോലെയുള്ള ഫലങ്ങൾ നമ്മൾ വീടുകളിൽ കരുതി അത് സേവിക്കണം. അപ്പോൾ ഫലവും അതേപോലെ തന്നെ അന്നം തുടങ്ങിയ സാധനങ്ങൾ നമ്മൾ ശുദ്ധമായിട്ട് ഭക്ഷിക്കണം. ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണതെല്ലാം. അതുകൊണ്ടാണ് പുതുവർഷം പറയുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്ന എന്തിനാണ്? രാവിലെ എഴുന്നേറ്റിട്ട് കുളിക്കണം. അപ്പോൾ ഒരു 5 മണി 4 മണിക്ക് എഴുന്നേറ്റ് പ്രാതകൃത്യങ്ങൾ കഴിഞ്ഞ് 5 മണിയാകുമ്പോഴേക്കും അരുണോദയമാകുമ്പോഴേക്കും നമ്മുടെ കുളി കഴിഞ്ഞാൽ വീട്ടിലെ മുൻവശത്തിരുന്ന് ഈ കൃഷ്ണന്റെ ആ പാട്ട് അല്ലെങ്കിൽ ദശമസ്കന്ധത്തിന്റെ മലയാളമായിരിക്കുന്ന കൃഷ്ണഗാഥ നേരെ ആലപിക്കണം. നേരെ ആ വീട്ടില് മാലയിട്ടെല്ലാം അലങ്കരിച്ചിട്ട് നേരെ വീടിന്റെ അകമെല്ലാം വൃത്തിയാക്കി വാതിലൊക്കെ തുറന്നിട്ട് ശുദ്ധവായു അകത്തേക്ക് പ്രവേശിക്കണം. എപ്പോഴും സന്തോഷത്തോടു കൂടിയിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ചിങ്ങമാസത്തിൽ മധുരം വിളമ്പണമെന്നാണ് പറയാം. അപ്പം മധുരപലഹാരങ്ങൾ കുറഞ്ഞ പക്ഷം നേരെ ഒരു അവിൽ നിവേദ്യമെങ്കിലും ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കണം. വീട്ടിൽ വരുന്നവർക്ക് അത് നൽകണം. വീട്ടിലെ കുടുംബാംഗങ്ങളും അതിൻ്റെ മധുരമുള്ളതായി ഒരു അവിലെങ്കിലും നമ്മൾ കഴിക്കണമെന്നാണ്. വലിയ മധുരപലഹാരങ്ങൾ ആവശ്യമില്ല. ശുദ്ധമായിരിക്കുന്ന അവിലും ശർക്കരയും ചേർത്ത് നമുക്കത് സേവിക്കാവുന്നതാണ്. പുതുവർഷത്തെ വരവേൽക്കുമ്പോൾ എല്ലാത്തിലും പുതുമയുണ്ടാകണമെന്നാണ്. വസ്ത്രത്തിലായാലും ഭക്ഷണത്തിലായാലും അതേപോലെ തന്നെ ഗ്രഹത്തിലായാലും ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിലായാലും ആ പുതുമ നിലനിർത്തണം. അത് പുതുവർഷത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് കർക്കിടക മാസം 31-ാം തീയതി എല്ലാം തന്നെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കണം. വീടൊക്കെ ശുദ്ധമാക്കണം. വീടിൻ്റെ എല്ലാ ഭാഗങ്ങളൊക്കെ തുറന്നിട്ടിട്ട് കാറ്റും വെളിച്ചമൊക്കെ വരണം. എല്ലാം ശുദ്ധമാക്കി തുടച്ച് വൃത്തിയാക്കിയിട്ട് നേരെ രാവിലെ തന്നെ വീടിൻ്റെ മുൻവശത്ത് നേരെ ദീപം കൊളുത്തിയിട്ട് പുതുവർഷത്തെ നമ്മൾ വരവേൽക്കണം. അതാണ് പുതുവർഷത്തെ വരവേൽക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യം.